പൊട്ടിയില്ലേ? പൊട്ടിയെന്നില്ലല്ലോ, ഇത് ഞാൻ പൊട്ടിച്ചതല്ലേ. ഇതുപോലെ ഒരിക്കലും എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു സംഭവം പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ലൈഫിൽ കുറേ ഡേറ്റ്സ് ഒക്കെ ഓർത്തേക്കാറില്ലേ? ഇപ്പോൾ ചിലരുടെ ബർത്ത്ഡേ ആണെങ്കിൽ, അല്ലെങ്കിൽ ആനിവേഴ്സറി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറേ മെമ്മറീസ് തന്ന കുറേ ഡേറ്റ്സ് നമ്മൾ ഓർത്തേക്കാറില്ലേ? അതുപോലൊരു ഡേ ആണ് എനിക്ക് ഇന്ന്, മെയ് 22. അതായത് ഞാൻ കോർപ്പറേറ്റ് ലൈഫിലേക്ക് കടന്ന് ആദ്യമായി ജോലിക്ക് കയറിയ ദിവസം മെയ് 22. അപ്പോൾ അന്ന്, അതായത് ഇന്നത്തെ ദിവസം വെയർ ചെയ്യാൻ വെച്ച ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു ഇത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഒരു ഡ്രസ്സ് എന്താ പറയുക, 2 ആഴ്ച മുമ്പ് ഇടേണ്ടി വന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു മാസം മുമ്പ് വിതൗട്ട് എനി ഓഫർ ലെറ്റർ, വിതൗട്ട് എനി അതർ പ്ലാൻസ്, ഞാൻ റിസൈൻ ചെയ്തു. എനിക്കൊരു ഹോംലി ഫീൽ ആയിരുന്നു എനിക്ക് ഇവിടെയൊക്കെ. അപ്പോൾ എന്നെ അറിയുന്നവർക്ക് കുറേ പേർക്കൊക്കെ അറിയാം, ഞാൻ ഒരിക്കലും എൻ്റെ കമ്പനി, എൻ്റെ ഓഫീസ് അങ്ങനെ പൊതുവെ ഞാൻ പറയൽ കുറവാണ്. ഞാൻ എൻ്റെ ക്യൂബി അങ്ങനെയൊക്കെ ഞാൻ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ടും എൻ്റെ ഓൾമോസ്റ്റ് ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അവർ ചോദിക്കുമ്പോഴും ക്യൂബിക്ക് പോകണതാണ്, ക്യൂബിയുടെ വീഡിയോസ് ഉണ്ടല്ലോ, ക്യൂബിൽ അങ്ങനെ നടക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ മീൻസ് അത്രയ്ക്കും എനിക്ക് കണക്ഷൻ ആയിരുന്നു. കാരണം എനിക്കൊരു എന്താ പറയുക, ഒരു കോളേജ് ഫീലൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ എങ്ങനെയായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ആ ഒരു വലിയൊരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഇന്ന് ഒഫീഷ്യലി ആയിട്ട് ക്യൂബി ടെക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. വിഷമമുണ്ടെന്ന് വെച്ചാൽ ഞാൻ അത് അക്സെപ്റ്റ് ആക്കാൻ ഒരുപാട് ടൈം എടുത്തു. കാരണം ഞാൻ റിസൈൻ ഇടാൻ ആലോചിച്ചതിന് 2 മാസം മുമ്പേ എനിക്ക് എന്താ പറയുക, എൻ്റെ ഉള്ളിൽ നിന്ന് വേണോ നെക്സ്റ്റ് എന്താ ചെയ്യുക, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും, ഞാൻ എങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര തോട്ട്സ് ആയിരുന്നു. നമ്മളൊരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, ചിന്തിക്കുന്ന തൊട്ടേ നമുക്ക് ഭയങ്കര മെൻ്റൽ പ്രഷർ വരും. ഇനി എന്തെങ്കിലും ഇങ്ങനെയൊക്കെ. പക്ഷേ നമ്മളത് ബ്രേക്ക് ചെയ്ത് ഒന്ന് നോക്കണം. അതായിരിക്കും നമ്മൾ നമ്മുടെ ലൈഫിൽ എടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷേ ഇപ്പം ഞാനത് ഓൾമോസ്റ്റ് ഇങ്ങനെ അക്സെപ്റ്റ് ആയി വന്നു. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ 3rd വർക്കിംഗ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ട ദിവസമായിരുന്നു. അതുപോലെ അവിടെയുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര മെൻ്റൽ പ്രഷറായിരുന്നു. പക്ഷേ ഞാൻ ബ്രേക്ക് ചെയ്തു. കാരണം ഞാനൊരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യമായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അതെന്നാണെങ്കിൽ നല്ല വിഷമമുണ്ട്. എന്നാലും